നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. 2026 ഏപ്രിൽ മാസം 19-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:50 ശുക്രൻ മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതായിരിക്കും. മെയ് 14-ാം തീയതി വരെ ശുക്രൻ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും. ഈ രാശിമാറ്റത്തോടുകൂടി ഇനി പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല അനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി നല്ല അനുഭവങ്ങളാണ് സിദ്ധിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ രണ്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. രണ്ടാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനധാന്യ സമൃദ്ധിയും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും ബഹുമാനവും ലഭിച്ചുകൊണ്ട് യഥേഷ്ടം സുഖങ്ങൾ അനുഭവിക്കുക ഫലമാകുന്നു. അടുത്ത നക്ഷത്രക്കാർ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരാവുന്നു. ഈ കൂറുകാരുടെ ജന്മത്തിലൂടെ അഥവാ ഒന്നാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ഒന്നാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മൃഷ്ടാന്ന ലാഭവും ഭാര്യ സുഖവും ദാമ്പത്യ സുഖവും സുഗന്ധവസ്തുക്കളെ കൊണ്ടും ശയന സൗഖ്യം കൊണ്ടും വിശേഷ വസ്ത്ര ആഭരണാദികളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങളും ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ മകീരം രണ്ടാം പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരാകുന്നു. ഈ നക്ഷത്രക്കാരുടെ 12-ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12-ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ വിവിധങ്ങളായ ധനലാഭവും, അതായത് പല വിധത്തിലുള്ള ധനനേട്ടങ്ങളും വസ്ത്രാദി ആഭരണങ്ങളും സിദ്ധിക്കുകയും ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ പുണർതം കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരാകുന്നു. ഈ കൂറുകാരുടെ 11-ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 11-ാമിടം അഭീഷ്ട സ്ഥാനമാകുന്നു. തീർച്ചയായും നല്ല നേട്ടങ്ങൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സിദ്ധിക്കുന്നതായിരിക്കും. കൂടാതെ ലാഭസ്ഥാനവും കൂടിയാകുന്നു. ആയതിനാൽ 11-ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മൃഷ്ടാന്ന ലാഭവും സുഗന്ധ ദ്രവ്യ സമൃദ്ധിയും ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യവും ധനാഭിവൃദ്ധിയും, അതും പല വഴികളിലൂടെ ധനനേട്ടവും സിദ്ധിക്കുന്നതായിരിക്കും. ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നതുമായിരിക്കും. അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരാകുന്നു. ഈ കൂറുകാർക്കും ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി നല്ല അനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. ഈ കൂറുകാരുടെ 9-ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 9-ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും ധർമ്മകാര്യസിദ്ധിയും സ്ത്രീസുഖവും, അതായത് ദാമ്പത്യ സുഖവും സൗഖ്യവും ഫലങ്ങളാകുന്നു. അടുത്തത് ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരാകുന്നു. തുലാക്കൂറുകാരുടെ 8-ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 8-ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ആഡംബര വസ്തുക്കളെ കൊണ്ടും സ്ത്രീകളും രത്നങ്ങളും നിമിത്തവുമുള്ള സുഖാനുഭവങ്ങളും സമ്പത്തിൻ്റെ വർധനവും ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരാകുന്നു. മകരക്കൂറുകാർക്കും ഈ രാശിമാറ്റത്തോടുകൂടി വളരെയധികം നല്ല അനുഭവങ്ങളാണ് സിദ്ധിക്കാൻ പോകുന്നത്. മകരക്കൂറുകാരുടെ 5-ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 5-ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും പുത്രലാഭവും, അതായത് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സന്തോഷവും ഫലമാകുന്നു. കൂടാതെ ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യവും അതിലൂടെ ബന്ധുജന സൗഖ്യവും ഫലങ്ങളാകുന്നു. ഗുരുജനങ്ങളെ കാണാനിടയാകുകയും അതിൽ നിന്ന് സന്തോഷവും ഫലങ്ങളാകുന്നു.
അടുത്തത് അവിട്ടം രണ്ടാം പകുതി, ചതയം, പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരാവുന്നു. ഈ കൂറുകാർക്കും ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി നല്ല അനുഭവങ്ങളാണ് സിദ്ധിക്കാൻ പോകുന്നത്. കുംഭക്കൂറുകാരുടെ 4ാമിടത്തു കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 4ാമിടത്തു കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ബന്ധുജന സഹവാസവും അധികാര ശക്തികൾ ഉണ്ടാവുകയും ഫലങ്ങളാകുന്നു. അതായത് ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യവും അതിലൂടെ നേട്ടങ്ങളും അധികാര ശക്തികളിലൂടെ നേട്ടങ്ങളും, അതായത് നിങ്ങൾ ഏതു പദവിയിലാണോ നിൽക്കുന്നത് ആ പദവിയിൽ നിന്ന് വിവിധങ്ങളായ നേട്ടങ്ങളും ഫലങ്ങളാകുന്നു. അടുത്തത് പുരോരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരാകുന്നു. ഈ കൂറുകാർക്കും ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരത്തോടനുബന്ധിച്ച് വളരെയധികം നല്ല അനുഭവങ്ങളാണ് സിദ്ധിക്കാൻ പോകുന്നത്. മീനക്കൂറുകാരുടെ 3ാമിടത്തു കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 3ാമിടത്തു കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ആജ്ഞാശക്തിയും ധനലാഭവും സ്ഥാനാന്തരത്തിൽ നിന്ന് ബഹുമാന ലബ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും ഫലങ്ങളാകുന്നു. അതായത് ആജ്ഞാശക്തിയിലൂടെ ഒരുപാട് നേട്ടങ്ങളും പല വിധത്തിലുള്ള ധനലാഭവും സ്ഥാനക്കയറ്റത്തിലൂടെ ബഹുമാന ലബ്ധിയും, അതായത് ബഹുമാനം ലഭിക്കുകയും ശത്രുക്കളുടെ നാശവും വസ്ത്രങ്ങളെ കൊണ്ടുള്ള ലാഭവും ഫലങ്ങളാകുന്നു. ഇങ്ങനെ മേടക്കൂറുകാർക്കും എടവക്കൂറുകാർക്കും മിഥുനക്കൂറുകാർക്കും കർക്കിടകക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും മീനക്കൂറുകാർക്കും ആണ് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്ന നക്ഷത്രക്കാർ അഥവാ അനുകൂല സ്ഥിതിയുള്ള കൂറുകാർ. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.